എന്തിനാ എപ്പോഴും ഇങ്ങനെ തല്ലുകൂടാൻ പോകുന്നത്? ആ എനിക്കെന്താ തല്ലുകൂട്ടലാണ് ജോലി, അതൊരു കണക്ക് തീർത്തല്ലേ. ശരി, തീർന്നല്ലോ. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഞാൻ അടി കൂടുന്നതിന് മാലിനിക്കെന്താ? എന്തെങ്കിലും പറ്റും? എനിക്കോ? അല്ല, എനിക്ക് വേദനിക്കും. ഓഹോ, എന്നാലേ ഇനി ഞാൻ വേദനിപ്പിക്കില്ല. എന്താ പോരെ? അയ്യോ, ആരോ വരുന്നു. അമ്മനെ, എന്റെ നടു ഒടിഞ്ഞു. അങ്ങനെ വേണം, കള്ളം പറഞ്ഞിട്ടല്ലയോ? എടീ, മരത്തിന്റെ മണ്ടി കയറി പ്രേമിക്കുമ്പോഴേ ഓർക്കണം നടു ഒടിയുമെന്ന്. പൊടി എന്തോന്ന് പൊടി, പ്രേമിക്കുമ്പോഴേ പരമസുഖമായിരുന്നില്ലേ, പിന്നെ നടുവെന്ന് ഒടിഞ്ഞാൽ എന്താടി? പ്രേമവും പ്രണയവും ഒക്കെ ആയി. ഈ പ്രാവശ്യം പരീക്ഷ പൊളിയാനാണ് സാധ്യത. ഓ, ഇനിയിപ്പോ പാസ്സായാലും എന്തുവാ പ്രയോജനം? വല്ല ജോലിയും കിട്ടുമല്ലോ. എവിടാ? അങ്ങ് സ്വർഗത്തില്. അവിടെ ചെന്നാ കിട്ടും. കണ്ടില്ലയോ ഒരുത്തൻ ഒരു കെട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് യാതൊരു പണിയും ഇല്ലാതെ ഒരു പെണ്ണിന്റെ തോളെ തൂങ്ങി നടക്കുന്നത്? അപ്പോ പണിയൊന്നും ഇല്ലാത്തോണ്ട് എന്റെ അടുത്ത് വന്നല്ലേ? ആ, അതൊരു കാരണമാ. അതിനെ വേറെ ആളെ നോക്കണം. അവിടെ നിക്കുന്നേ. ചേടാ, മതി മതി, സ്നേഹമൊക്കെ മതി. മണി 4 എന്തെങ്കിലും പോയി പഠിക്കട്ടെ. ഇത്തവണയും തോറ്റാലേ അമ്മ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. അതിനു മുമ്പേ നിന്നെ വീട്ടിൽ ഞാൻ ഇറക്കൊണ്ട് പോവല്ലോ. അതൊക്കെ ശരിയാ. താമസിച്ചാലേ മേട്രന് ഹോസ്റ്റലിൽ കേട്ടത്തില്ല. കേട്ടിട്ടില്ലേ? ഇല്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ പൊക്കോ. മാലിനി, എവിടെ പോയിരുന്നു? പരീക്ഷയെ പറ്റി വിചാരമൊന്നുമില്ല അല്ലേ? നുണ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒന്നും പറയാതിരിക്കുന്നതാണ്. പക്ഷേ പഠിപ്പാണ് പ്രധാനം, മറക്കണ്ട. വയ്ക്കോ. ഒന്ന് വിടുന്നേ, എത്ര നേരമായി. നാളെ പരീക്ഷയാണ് എന്റെ ഈശ്വര. ഇങ്ങനെയുണ്ട് ഒരു സ്നേഹം. സമയം എത്രയെന്നറിയാമോ? ശ്വാസം മുട്ടിയും ചാവും. എനിക്ക് ദേഷ്യം വരും കേട്ടോ, പറഞ്ഞേക്കാം. ദേഷ്യം വരാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇങ്ങനെ പോയാലേ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ഓ, എന്നാ വേണ്ട, താന്റെ ഒരു ഗമ, ഞാൻ പോവാ. പിന്നെ ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. നല്ല കാര്യമായി, ഞാൻ അങ്ങോട്ട് വരും. അയ്യോ വേണ്ട, മിനിഞ്ഞാന്ന് മേറ്ററുമായിട്ട് വഴക്കുണ്ടായതല്ലേ. ഇനി നിന്ന് വാച്ച്മാനകത്തേക്ക് വിടില്ല. അവന്റെ എല്ലി ഞാൻ ഓടിക്കും. അവിടെ നിന്ന് നടി കൂടല്ലേ, അല്ലെങ്കിൽ തന്നെ ഹോസ്റ്റൽ മുഴുവൻ പാട്ടായിരിക്കും. എന്തോന്ന് പാട്ടാ, കുറച്ചു ദിവസം ഉണ്ടാവും. അല്ല സാറേ, എങ്ങോട്ടാ? ഒന്നിങ്ങ് നോക്കിയാട്ടെ. നിങ്ങൾ ഇന്നലെ ഇറക്കി വിട്ടതല്ലേ? അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എന്റെ ജോലി പോകുന്ന കാര്യമാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് സാറ് സാവകാശം ഇങ്ങോട്ട് വന്നാ മതി. ഇല്ല, മതിയോ? മതിയെങ്കിൽ മതി, ഞാൻ പോയേക്കാം. You know,
നിങ്ങൾ The Indus Valley civilization was flourished on the banks of the river Indus, and the great bath at Mohenjo-daro and Harappan. And കൊച്ചമ്മേ കൊച്ചമ്മേ ആഫ്രിക്കയിൽ നിന്ന് ഒരു നീഗ്രോ സാഹിബ് വന്നിരിക്കുന്നു. ആഫ്രിക്കയിൽ നിന്ന് സായിപ്പോ? അതേന്നേ. ആ, നീ പോയി വരാൻ പറയും. ആ ഗോയിങ് സാർ. sir. Thank you. Excuse me, madam. മിസ്റ്റർ രവി, നിങ്ങളോട് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് കുട്ടികളെ ശല്യപ്പെടുത്തരുതെന്ന്. ഒന്ന് കണ്ടൊരു അത്യാവശ്യ കാര്യം പറയാനുള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് ബുദ്ധിമുട്ടിക്കില്ലെന്നുള്ള കാര്യം മാഡത്തിന് അറിഞ്ഞൂടെ? അറിയാം. പരീക്ഷ നടക്കുന്ന സമയമാണ്. നിങ്ങളിപ്പോ പോണം. വാച്ച്മാൻ. അതിനിപ്പോ വാച്ചറ വിളിക്കുന്നത് എന്തിനാ? ഞാനങ്ങ് പോയേക്കാം. പക്ഷെ മാഡം, ഒരു ഉപകാരം. ഇന്ന് പോയിട്ട് നാളെയെങ്കിലും വന്നൊന്ന് കണ്ടോട്ടെ. ഒക്കെയെന്ന് പറഞ്ഞില്ലേ? ഒക്കെ തന്നെ വേണ്ടെന്ന് ഞാനങ്ങ് പോയേക്കാം. എനിക്ക് നാളെ പോണം. ഞാൻ നാളെ പോകുന്നു. നമുക്ക് രണ്ടുപേർക്കും മാത്രമായി 2 ദിവസം എവിടെങ്കിലും പോയി കഴിയാം. വേണ്ട, അതൊന്നും വേണ്ട. അമ്മയ്ക്കറിയാം ഇന്ന് പരീക്ഷ തീരുമെന്ന്. അതിനൊക്കെ വഴിയുണ്ട്. നിന്റെ കൂടെ നടക്കുന്ന ഒരുത്തിയുണ്ടല്ലോ, ആ കുട്ടിയുടെ വീട്ടിൽ 2 ദിവസം താമസിച്ചെന്ന് പറഞ്ഞാ മതി. അത്തരം പരിപാടിയൊന്നും വേണ്ട. എനിക്ക് പോണം. എന്നാ പൊയ്ക്കോ, ഇപ്പോഴേ പൊയ്ക്കോ. ഞാൻ പോവും. ആ പൊക്കോളാനെ ഞാനെങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ പോവേ. ഏട്ടാ, ഇത് നല്ല കാര്യം. പൊക്കോളാനല്ലേ പറഞ്ഞത്? മലയാളം മനസ്സിലാവില്ല. എനിക്കറിയാം നീ തിരിച്ചു വരുമെന്ന്. എന്നെ വിട്ടു പോകില്ലെന്ന് എനിക്കും അറിയാം. ഒരു ഡബിൾ റൂം വേണം. നെയിം ആൻഡ് അഡ്രസ്. ₹100 advance, please. Oi. വരണം സാർ. എന്താ ഇത്? എന്തു പറ്റി? എനിക്ക് പേടിയാവുന്നു. അതിനിവിടെ ഭൂതവും പ്രേതവും ഇല്ലല്ലോ. രവിയേട്ടൻ എന്നെ ചതിക്കുമോ? ഞാൻ നിന്നെ ചതിക്കുന്നു. ഇപ്പോഴും നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ? ശരി, നീ വിശ്വസിക്കണ്ട. പക്ഷെ ഒരു കാര്യം, ഞാൻ എന്നെങ്കിലും നിന്നെ മറക്കുകയാണെങ്കിൽ അതെന്റെ മരണത്തിന് ശേഷം മാത്രമായിരിക്കും. രവിയേട്ടാ,
എന്താ കൊച്ചെ നേരം വിളിക്കുമ്പോ? പാല് വേണോന്ന് ചോദിക്കാൻ വന്നതാ. ഉമ്മ പറഞ്ഞേച്ചതാ. ആ വേണം, കൊച്ചു പോയിക്കോ. എത്ര വേണോ? ഒരു കുടം. എത്ര രൂപയ്ക്ക് രസീത് എഴുതി? അതൊക്കെ വകുപ്പ് അനുസരിച്ച് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പിരിവെന്തുണ്ട്? ഇത്രയുണ്ട്. ഇത്രയേ ഉള്ളോടാ? വളരെ കുറവാണല്ലോ. എന്താടി ചോദിച്ചത് കേട്ടില്ലേ? എന്താണെന്ന്? എനിക്ക് ചാരായത്തിന്റെ മണം ഇഷ്ടപ്പെടുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി അതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലേ പറ്റൂ. എനിക്ക് നിന്നേക്കാൾ വല്ലാടി ചാരായം. ഒരു സാവിത്രി വന്നിരിക്കുന്നു.